നമ്മൾ ചിലപ്പോൾ ബൈബിൾ വായിച്ചിങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഒരു അത്ഭുതം തോന്നാം, അല്ലെങ്കിൽ നമുക്കൊരു ആശ്ചര്യം തോന്നാം. അതായത് ഒരു രാജാവിൻ്റെ മുഖത്ത് നോക്കി നേരെ നിന്ന് ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല എന്ന് പറഞ്ഞ അത്രയും കരുത്തനായൊരു പ്രവാചകൻ പേടിച്ചോടുവോ? ഇങ്ങനെ പ്രാണരക്ഷാർത്ഥം ഓടുമോ? ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ രാജാവിൻ്റെ സേവകന്മാർ വന്ന് വിളിക്കുമ്പോഴൊന്നും പേടിച്ച് ഓടിപ്പോകുന്ന ആളല്ല ഏലിയ. നമുക്ക് പരിചയമുള്ള ഏലിയ ഇങ്ങനെ ഓടുന്ന ആളല്ല. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. വലിയൊരു ഡീമോണിക് അറ്റാക്കിൻ്റെ മുമ്പിലാണ് ഏലിയ നിൽക്കുന്നത്. ഒരു പൈശാചിക ആക്രമണത്തിൻ്റെ മുമ്പിലാണ് ഏലിയ നിൽക്കുന്നത്. കാരണം ബാലിൻ്റെയും അശേരായുടെയും പ്രവാചകന്മാർ, മന്ത്രവാദികൾ കൊല്ലപ്പെട്ടു. അവിടെ ബാലിൻ്റെ ബലിപീഠങ്ങൾ തകർന്നു, പൈശാചിക ബലിപീഠങ്ങൾ തകർന്നു. അവിടെ ഒരു ഡയറക്റ്റ് ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായി. അവിടെ സാത്താൻ്റെ ആ സാമ്രാജ്യം തകർക്കുന്ന ഒരു ദൈവപുരുഷനായിട്ട് ഏലിയ മാറി. അപ്പോൾ തീർച്ചയായിട്ടും ദൈവവേല ചെയ്യുന്ന ആളുകൾക്കറിയാം, നമ്മളിങ്ങനെ ആത്മീയ ശുശ്രൂഷകൾ ശക്തമായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിറ്റാലിയേഷൻ, അല്ലെങ്കിൽ ഈ തിരിച്ചുള്ള ആക്രമണം, പൈശാചിക ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും ഏലിയ ഇവിടെ ഈസ് അണ്ടർ എ സ്പിരിച്വൽ അറ്റാക്ക്. ഏലിയ ഒരു പൈശാചിക ആക്രമണത്തിൻ്റെ, ആത്മാവ് പിശാചിനാൽ ആക്രമിക്കപ്പെടുന്ന ഒരു ഡീമോണിക് അറ്റാക്കിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഈ ഡിപ്രഷനും സൂയിസൈഡൽ ടെൻഡൻസീസും ഒക്കെ ഏലിയായിക്ക് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏലിയ ഒരിക്കലും ഞാൻ മടുത്തു, എനിക്ക് മരിച്ചാൽ മതി എന്നൊന്നും പറയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഏലിയ ഹീസ് എൻകൗണ്ടറിങ് എ സ്പിരിച്വൽ ഡിമോണിക് അറ്റാക്ക്. കാരണം അത് പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നതിന് ന്യായമുണ്ട്. കാരണം ഏലിയ അതുപോലെ ഡീമൺസുമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടാണ്, കാർമൽ മലയിൽ ആ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജസബൽ ജീവനെടുക്കാൻ ഒരുമ്പെടുന്നു എന്നറിയുമ്പോൾ, പൈശാചികത തനിക്കെതിരെ എല്ലാ ഭാവങ്ങളോടെ ഉറഞ്ഞുതുള്ളി വരുന്നു എന്നറിയുമ്പോൾ ഈ മനുഷ്യൻ പേടിച്ച് ഓടുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് മാത്രമല്ല, അപ്പം നിങ്ങൾ വിചാരിക്കും ഏലിയായ്ക്ക് ദൈവശക്തി എവിടെ? ഏലിയായിൽ ദൈവശക്തി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. നമ്മൾ കർത്താവിൻ്റെ ഒരു വേല ചെയ്തു കഴിയുമ്പോൾ, ദൈവാത്മാവിൻ്റെ ഒരു ശുശ്രൂഷ ചെയ്തു കഴിയുമ്പോൾ, ആ ശുശ്രൂഷ കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റായിട്ട് എക്സോസ്റ്റഡ് ആവും. നമ്മുടെ ആത്മീയ കൃപകളെല്ലാം ചോർന്നു പോവും. ഞാനൊരു ഉദാഹരണം പുതിയ നിയമത്തിൽ നിന്ന് കാണിക്കാം. കർത്താവ് ഈശോ മിശിഹാ തന്നെ പറഞ്ഞില്ലേ, രക്തസ്രാവക്കാരി സ്ത്രീയിലേക്ക് യേശുവിൻ്റെ ശക്തി പോയി കഴിഞ്ഞപ്പോൾ ആരാണ് എന്നെ തൊട്ടത്? എൻ്റെ ശക്തി പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ആ എനർജി പോയി. ശരീരത്തിൽ നിന്ന് ശക്തി പോകുന്നത് അറിയാം. നമ്മളൊരു ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കുള്ള നമ്മുടെ അഭിഷേകം, നമുക്കുള്ള കൃപ എല്ലാം മറ്റുള്ളവർക്ക് നമ്മൾ ഒഴുക്കി കൊടുക്കുകയാണ്. ഇവിടെ കാർമൽ മലയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നു കഴിയുമ്പോൾ ഏലിയ എന്ന ദൈവ മനുഷ്യൻ സ്പിരിച്വലി ഡ്രെയിൻഡായി ഒരു 0 പോയിന്റിലേക്ക് എത്തി. ആ കൃപയെല്ലാം താഴ്ന്നു. അങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് ഇനി അദ്ദേഹം പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുന്നതിനുള്ള ഗ്യാപ്പാണ്. പക്ഷെ ആ സമയത്താണ് ഈ ഡിമോണിക് അറ്റാക്ക് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, മനോഹരമായൊരു ഭാഗമാണിത്. ദൈവം എങ്ങനെയാണ് തൻ്റെ പ്രിയപ്പെട്ടവരെ കരുത്തരാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. അങ്ങനെ ഡിപ്രഷനും സൂയിസൈഡൽ ടെൻഡൻസീസും, എൻ്റെ ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും കുടുംബത്തിൽ ഡിപ്രഷനോ അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തകളോ ഭയമോ ഒക്കെ അലട്ടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം നന്നായി ശ്രദ്ധിക്കണം. അങ്ങനെ അദ്ദേഹം ഓടുകയാണ്. ഞാൻ അദ്ദേഹം ഓടിയ ആ ജിയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് ഒന്ന് വരച്ച് അദ്ദേഹം ഓടിയ ദൂരം ഒന്ന് കണക്ക് കൂട്ടാൻ ശ്രമിച്ചു. ഞാനത് ഏകദേശം താണ്ട് ഈ ദൂരം എനിക്ക് വരച്ച് കാണിക്കണമെന്നുണ്ട്, പക്ഷേ അതിനിപ്പോൾ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം അദ്ദേഹം ഓടിയ റൂട്ട്. ആദ്യം അദ്ദേഹം ഓടുന്നത് മൗണ്ട് കാർമലിൽ നിന്ന്, കാർമൽ മലയിൽ നിന്ന് അദ്ദേഹം ഓടുന്നത് ജസ്രയേൽ താഴ്വരയിലേക്കാണ്. അത് ഏകദേശം 30 കിലോമീറ്ററിനും 40 കിലോമീറ്ററിനും ഇടയിൽ ദൂരമുണ്ട്. അപ്പോൾ 30 to 40 കിലോമീറ്റേഴ്സാണ് അദ്ദേഹം ആദ്യം ഓടുന്നത്. മൗണ്ട് കാർമലിൽ നിന്ന് അദ്ദേഹം നേരെ ജസ്രയേൽ താഴ്വരയിലേക്ക് ഓടുന്നു. ഈ ജസബൽ കൊല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം ജസ്രയേലിൽ നിന്ന് ബർഷേബായിലേക്ക്, അത് ഏതാണ്ട് 160 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം അദ്ദേഹം പോയി. നിങ്ങൾ ഓർക്കണം, വണ്ടിയില്ല, ഒരു മനുഷ്യൻ കാൽനടയായിട്ടാണ് ഈ പോകുന്നത്.
ഇനി അത് കഴിഞ്ഞിട്ട് ബർഷേബായിൽ നിന്ന് അദ്ദേഹം പിന്നെ നമ്മൾ കാണുന്ന ഒരു ദിവസത്തെ വഴി നടന്ന് മരുഭൂമിയിലെത്തി. അത് ഏതാണ്ട് 30 കിലോമീറ്ററാണ്. ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു ദിവസത്തെ നടപ്പ് ദൂരം 30 കിലോമീറ്ററാണ്. അതായത് ഒരു ദിവസം രാവിലെ ഒരു 7 മണി മുതൽ വൈകുന്നേരം ഒരു 5 മണി 6 മണി വരെ ഒരു മനുഷ്യൻ നടന്നാൽ ശരാശരി ഒരു മനുഷ്യൻ്റെ നടപ്പ് ദൂരം ഒരു 30 കിലോമീറ്ററാണ്. അപ്പോൾ അത് കൃത്യം ആ 30 കിലോമീറ്ററാണ്. ബർഷേബായിൽ നിന്ന് അദ്ദേഹം മരുഭൂമി വരെ അദ്ദേഹം ഓടിപ്പോയി. പിന്നെ ദൈവദൂതൻ അദ്ദേഹത്തിന് അപ്പം കൊടുക്കുന്നൊരു ഭാഗമുണ്ട്, ഞാനത് വായിക്കാം. അദ്ദേഹം യൂദയായിലെ ബർഷേബായിലെത്തി. അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവേ, മതി, എൻ്റെ പ്രാണനെ സ്വീകരിക്കുക. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. അടുത്തത്, കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കൽ. അത് കഴിച്ചവൻ വീണ്ടും കിടന്നു. കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി. ഈ ലാസ്റ്റ് അദ്ദേഹത്തിന് ദൂതൻ കൊണ്ടുവന്ന അപ്പവും വെള്ളവും കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം പോകുന്ന ദൂരം മരുഭൂമിയിൽ നിന്ന് ഹോറബിലേക്ക് ഏതാണ്ട് 400 കിലോമീറ്ററാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. എത്ര ദിവസം കൊണ്ടാണ്? 40 രാവും 40 പകലും. 40 ഡേ, നമ്മുടെ പ്രയറിൻ്റെ സമയമാണത്. 40 ഡേ. ഏലിയ നടന്നു തീർത്ത ദൂരം. എങ്ങനെ നടന്നത്? ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയിൽ. ഇത് പഴയ നിയമത്തിലെ പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണിത്. ഈ ദൂതൻ കൊണ്ടുകൊടുത്ത അപ്പം, ദൈവം കൊടുത്ത ആ സ്വർഗീയമായ ആ അപ്പത്തിൻ്റെ ശക്തിയാൽ അദ്ദേഹം 40 രാവും 40 പകലും. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾ ഗൂഗിൾ ചെയ്തോ യൂട്യൂബിലോ ഞാൻ ഈ പറയുന്ന സത്യമാണോ എന്ന് വെരിഫൈ ചെയ്താൽ മതി. കത്തോലിക്ക സഭയിൽ പേര് വിളിക്കപ്പെട്ട വിശുദ്ധരിൽ ഏതാണ്ട് 10ഓളം ആളുകൾ വർഷങ്ങളോളം മറ്റ് ഭക്ഷണമൊന്നും കഴിക്കാതെ പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച ആളുകളുണ്ട്. കുപ്പർത്തീനോ ഉണ്ട്, വിശുദ്ധ ബ്രിജിത്തയുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച ആളുകൾ വർഷങ്ങൾ, വേറെ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. കേരളത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഒരു ഭക്ഷണവും വേറെ കഴിക്കില്ല, കുർബാന മാത്രമേ ഭക്ഷിക്കൂ. ദൈവദൂതന്മാരുടെ ദൈവം കൊടുക്കുന്ന ഈ സ്വർഗത്തിൻ്റെ അപ്പം ഭക്ഷിച്ച് ഏലിയ യാത്ര തിരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും ഒരു ആത്മീയ വരൾച്ച, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി, പാനിക് അറ്റാക്കുകൾ, സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുർബാനയിലേക്ക് വരിക. പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുക. കുർബാനയിൽ വന്ന് ശക്തി പ്രാപിക്കുക. ദിവ്യകാരുണ്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. എത്ര ആളുകൾ എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട്, കുർബാന ഭക്ഷിച്ച് രോഗസൗഖ്യം കിട്ടിയ ആളുകൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സമയത്ത് അദ്ദേഹം ഈ ശക്തി പ്രാപിച്ച ദിവ്യകാരുണ്യത്തെ അഭയപ്പെടാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇനി അടുത്ത കാര്യം, അതിനുശേഷമാണ് ഹോറേബ് മലയിൽ ഒരു ഗുഹയിൽ അദ്ദേഹം താമസിക്കുമ്പോൾ ആദ്യം ഭൂകമ്പം, പിന്നെ കൊടുങ്കാറ്റ്, വലിയ ശബ്ദം, തിരമാലകൾ പോലുള്ള ശബ്ദം, കൊടുങ്കാറ്റ്, അങ്ങനെ ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം ഉണ്ടോ എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. പക്ഷേ ദൈവമില്ല. ഒടുവിൽ ഒരു മൃദു സ്വരത്തിൽ ദൈവം സംസാരിക്കുകയാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ അഭയപ്പെട്ടാൽ നമുക്ക് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇവിടെ നേരത്തെ ഞാൻ മടുത്തു, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ മനുഷ്യൻ, ദൈവം ചോദിക്കുകയാണ്, ഏലിയ നീ ഇവിടെ എന്തെടുക്കാണ്? അദ്ദേഹം പറയാണ്, സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണത കൊണ്ട് ഞാൻ ജ്വലിക്കുകയാണ്. 40 ദിവസം മുമ്പ് എന്നാ പറഞ്ഞേ? ഞാൻ മടുത്ത്, എനിക്ക് മരിച്ചാൽ മതിയെന്ന്. ഇപ്പോൾ എന്നാ പറയുന്നേ? എനിക്ക് കർത്താവിനുള്ള തീഷ്ണത കൊണ്ട് ഞാൻ ജ്വലിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതാണ് ഈ 40 ദിവസത്തെ പ്രാർത്ഥനയുടെ ഒടുവിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ അഭയപ്പെട്ട് 40 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഏലിയായിക്കൊണ്ടായ ഈ തീഷ്ണതയിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവരും. അതുകൊണ്ട് അത് ഏറ്റവും ആഗ്രഹത്തോടെ നമ്മൾക്ക് പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഇതിൻ്റെ അവസാനമായിട്ട് ഈ ഹോറേബിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇനി എന്താ ചെയ്യേണ്ടത്? ഏലീഷായെ തൻ്റെ
ഭൃത്യനെ അടുത്ത പ്രവാചകനെ അഭിഷേകം ചെയ്യാൻ, അടുത്ത രാജാവിനെ അഭിഷേകം ചെയ്യാൻ, തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ദൈവം കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള വഴികളിൽ നമുക്ക് വ്യക്തത, ക്ലാരിറ്റി വിശുദ്ധ കുർബാനയിലൂടെ കിട്ടും. കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മുന്നോട്ടുള്ള വഴികളിൽ ക്ലാരിറ്റി കിട്ടും. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്, അടുത്ത മാസം എന്താ ചെയ്യേണ്ടത്, അടുത്ത വർഷം എന്താ ചെയ്യേണ്ടത്. വിശുദ്ധ കുർബാനയിൽ ദൈവത്തെ ആരാധിക്ക്, കർത്താവ് അതിനുള്ള വഴി നമുക്ക് കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ഏലിയായിക്ക് മാലാഖ തട്ടി ഉണർത്തി അപ്പവും വെള്ളവും കൊടുത്തത് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ശക്തമായ നിഴലാണ്. ഈ പാഥേയം അല്ലെങ്കിൽ വഴിച്ചോറ് എന്നൊരു സങ്കല്പത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഈ യാത്രയിൽ ദൈവം തരുന്ന വലിയൊരു സഹായമാണ് നമുക്ക് വിശുദ്ധ കുർബാന. നമ്മളതിനെ കാണുമ്പോൾ നമുക്ക് തരുന്ന ഒരു ജീവനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആത്മാവിൻ്റെ ഭക്ഷണം, രണ്ട് ആത്മീയ ഭക്ഷണത്തെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. ഒന്ന് തീർച്ചയായിട്ടും അത് വചനമാണ്. നീ വാ തുറന്ന് ഭക്ഷിക്കുക എന്ന് പ്രവാചകനോട് പറയുന്നത് ചുരുള് ഭക്ഷിക്കാനാണ്. അപ്പോൾ നമ്മളെല്ലാ ദിവസവും നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്താൻ, പുഷ്ടിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരോഗ്യമുള്ള ഒരാത്മാവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നമ്മൾ അതിന് കൊടുക്കേണ്ട ഭക്ഷണമാണ് വചനം. അതുകൊണ്ടാണ് മത്തായി 4:4 പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുകൂടിയുമാണ്. അപ്പോൾ നമ്മൾ ദൈവവചനം അനുദിനം ഭക്ഷിക്കണം. എല്ലാ ദിവസവും വചനം ധ്യാനിക്കണം. ഞാൻ ബ്രെയിൻ റീവയറിങ് നടത്തുന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നു. രാവും പകലും എൻ്റെ വചനം ധ്യാനിക്കണമെന്ന് ജോഷുവായോട് പറഞ്ഞ ആ വാചകമാണ് അതിൻ്റെ ആധാരവചനം. അപ്പോൾ അത് ആത്മാവിൻ്റെ ഒരു ഭക്ഷണമാണ് വചനം. രണ്ടാമത്തേതാണ് ആത്മാവിൻ്റെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. ഇത് ആത്മാവിന് കിട്ടുന്ന ഏറ്റവും ശക്തമായ ഭക്ഷണമാണ്. ആത്മാവിനെ അത് ബലപ്പെടുത്തും. അത് എങ്ങനെയാണ് നമ്മുടെ ആത്മാവിന് അതൊരു ആഹാരമായി മാറുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ അവിടെ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ആത്മാവ് ഈ ദൈവത്തെ കുറഞ്ഞ് ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുകയില്ല. ഇപ്പോൾ ശരീരത്തിനാണെങ്കിൽ നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല കംഫർട്ട്, സുഖം, അത് മതി ശരീരത്തിന്. മനസ്സിനാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മതി, വിനോദ ഉപാധികൾ, മാനസിക ഉല്ലാസം തരുന്ന കാര്യങ്ങൾ മനസ്സിന് മതി. പക്ഷെ ആത്മാവിന് ഇത് രണ്ടും പറ്റില്ല. നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ആത്മാവിനൊന്നും കിട്ടുന്നില്ല. ശരീരത്തിൻ്റെ സുഖങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചതുകൊണ്ട് ആത്മാവിനൊന്നും കിട്ടുന്നില്ല. നല്ലൊരു സിനിമ കണ്ടതുകൊണ്ട്, നല്ലൊരു പാട്ട് കേട്ടതുകൊണ്ട്, നല്ലൊരു പുസ്തകം വായിച്ചതുകൊണ്ട് ആത്മാവിനൊന്നും കിട്ടുന്നില്ല. ആത്മാവിന് കിട്ടണമെങ്കിൽ ആത്മാവിന് ദൈവത്തെ കിട്ടണം. അപ്പോൾ ആത്മാവിന് ദൈവത്തെ കിട്ടാൻ വിശുദ്ധ കുർബാനയല്ലാതെ ഏറ്റവും ശക്തമായ മറ്റൊരു വഴി ഏതാണ് ഉള്ളത്? അപ്പോൾ ഈ ദൈവദൂതൻ കൊടുത്ത അപ്പം ഭക്ഷിച്ച് ഏലിയ നടന്നു എന്ന് പറയുമ്പോൾ ഒരാളുടെ യഥാർത്ഥ ബലം അയാളുടെ ശരീരത്തിൻ്റെ ബലമോ മനസ്സിൻ്റെ ബലമോ അല്ല. സത്യത്തിൽ ആത്മാവിൻ്റെ ബലമാണ്. ഒരാളുടെ റിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്പിരിച്വൽ പവറാണ്. അപ്പോൾ ആ ആത്മീയ ശക്തി വളരണമെങ്കിൽ ആത്മാവിൻ്റെ ഭക്ഷണം കഴിക്കണം. വചനത്താലും വിശുദ്ധ കുർബാനയാലും ദിവ്യകാരുണ്യത്താലും ദൈവവചനത്താലും ആത്മാവിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്തം, ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് വിശുദ്ധ കുർബാന അർപ്പണം. അവിടെ വചന ശുശ്രൂഷയുമുണ്ട്, അവിടെ അപ്പം മുറിക്കൽ ശുശ്രൂഷയുമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ ആത്മീയ ശക്തി പ്രാപിക്കാൻ കഴിയട്ടെ എന്നുകൂടി ഓർക്കാനുള്ള ഒരു ചിന്ത കൂടി ഏലിയായിക്ക് മാലാഖ കൊടുത്ത അപ്പം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.